കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ അച്ഛൻ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ സുധീഷ് നിതീഷിനടുത്ത് പറയുന്നുണ്ട്, എന്തോ ഒരു രീതി തോന്നുന്നുണ്ട്. അവളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോൺ ചെയ്യണം എന്ന് അനിയൻ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ, എന്താ അവിടുത്തെ സ്ഥിതിയാണെന്ന് മനസ്സിലാക്കാം. എന്തായാലും എന്തൊരു ഉദ്ദേശത്തിന് വന്നതെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ വീട്ടിൽ തങ്ങി നിന്ന് ഞങ്ങളെ കൊണ്ടുപോവില്ലായിരുന്നല്ലോ. എന്തായാലും നാളെ ആവട്ടെ, നമുക്ക് നോക്കാം എന്ന് വീണ്ടും പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ എല്ലാവരും റെഡിയായി ഇറങ്ങുക പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു ദിവസം എല്ലാവരും വരണം എന്ന് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ നിധിയെയും സുധീഷിനെയും കൊണ്ട് യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുന്നിടത്ത് എവിടെയാണെന്നുള്ള ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട്. എന്നാലും അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ തോന്നിയല്ലോ നിധിയുടെ അച്ഛന്. അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലായിടത്തും യാത്രയും പറഞ്ഞ് നിതീഷും സുധീഷ് എല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും പോയിട്ട് വിളിക്കണം, അവിടെ എല്ലാവരുമായിട്ട് വലിയ കാര്യമായിരിക്കണം എന്നൊക്കെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. എന്തായാലും എല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീ കയറുന്നില്ലേ, നീനും ഡ്രൈവ് ചെയ്യുന്ന എന്ന് പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് സുധീഷാണ്. അങ്ങനെ കാറിൽ കയറി എല്ലാവരും ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ യാത്രയാക്കുകയാണ് നിധിയുടെ വീട്ടിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. മോള് ഇവനെ അവിടെ ഡ്രൈവറായിട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ്റെ ഈ ഡ്രൈവറിൻ്റെ ഒരു രീതിയും അവൻ്റെ സ്പീഡും അതുപോലെ ഇതൊക്കെ കണ്ടാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് വിചാരിച്ച് വേറെ വിഷമമൊന്നും വിചാരിക്കണ്ട എന്ന് നിധിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചത് നിധിക്ക് ഒരു വല്ലാതെ തോന്നി. എന്തായാലും എന്താ ഉദ്ദേശത്തിലാണ് നിധി സുധീഷിൻ്റെ കൂടെ വന്നതെന്ന് നിധിക്കറിയാം, സുധീഷിനും അറിയാം. എന്നാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവരാണല്ലോ. അവർക്ക് ഒരു കാര്യവും അറിയില്ല നിധിയുടെ അച്ഛന്. അതുപോലെ തന്നെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക. പോയപ്പോഴത്തേക്കും ഒരാൾ വരികയും നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധീഷ് വിചാരിക്കുക, എന്താ ഉദ്ദേശത്തിലാണെന്ന് അറിയില്ലല്ലോ, എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് സുധീഷ്. അങ്ങനെ തിരുന്നപ്പോഴത്തേക്കും നിധി ചോദിക്കുന്നുണ്ട്, അച്ഛന് ആരോ അടുത്ത് സംസാരിക്കാൻ പോയതാ. എന്തായാലും അച്ഛന് ഓരോരോ സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിഷമം തോന്നിട്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ. എന്തായാലും അവിടെ വെച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ടുപോകാൻ ക്ഷണിച്ചതും എല്ലാം സുധീഷിൻ്റെ ഓരോ സംസാരം കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിധി. അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് വരുക നിധിയുടെ അച്ഛൻ. അങ്ങനെ വീണ്ടും കയറിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഡ്രൈവിങ് കണ്ടിട്ടാണല്ലോ എൻ്റെ മോള് നിന്നെ പ്രേമിച്ചത്. അത് നീ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ ഒരു രീതി നമ്മുടെ ഇപ്പം മനസ്സിലാക്കിയത് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടത് നിധിക്ക് ചെറിയ സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ യാത്ര ചെയ്യുക. അങ്ങനെ ഫോൺ വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് സുഭാഷ് വിളിക്കുക, എന്തായാലും പോയിട്ട് വാ, ഞാനാണെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കാം, എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറണം, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാൻ വന്നിട്ട് വിളിക്കാമെന്നൊക്കെ പോയിട്ട് വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ ആരാ ഇങ്ങനെ ചോദിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോരോ കാര്യത്തിലെങ്കിലും പറഞ്ഞ് അവരെല്ലാവരും വഴക്ക് കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴെന്തായാലും ആർക്കും ഒരു വിഷമവും ഇല്ലാതെ ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ സ്വന്തമായിട്ട് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് സുധീഷ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കല്യാണം വരെ എത്തിച്ചതും ഇതുവരെ എത്തിച്ചതൊക്കെ ഏറ്റവും വലിയ കഴിവ് സുധീഷിൻ്റെ തന്നെയാണ്. അത് നിധിക്ക് പോലും അറിയില്ല. എന്നാൽ ആ പോകുന്ന വഴിക്ക് വീണ്ടും കാറിലിരുന്ന് ഓരോരോ രീതിയിൽ കുറ്റപ്പെടുത്തൽ പോലെ ഓരോ സംസാരം സുധീഷിൻ്റെ മേലുണ്ടായിരുന്നു. അത് നിധിക്ക് ചെറുതായിട്ട് മനസ്സിലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക.
അങ്ങനെ വീട് എത്തുകയും അങ്ങനെ വീട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സങ്കടം പെട്ടെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ എതിരേൽക്കാൻ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ദേഷ്യഭാവത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതും സുധീഷിനെയും നിധിയെയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ, വന്നതും വിചാരിച്ചില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന നിധിയുടെ അമ്മയെ